17ഓളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ. കഴിഞ്ഞ വർഷം ചെയ്തത് വേറെയുണ്ട്. ലേഡർ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അത് ലഭ്യമാണ്. ഇത് കഴിഞ്ഞ് 8 മണിക്ക് USSന്റെ കുട്ടികളുടെ ക്ലാസ് നടക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ലിങ്കിൽ കൊടുത്താൽ അതിലും ജോയിൻ ചെയ്യാം. ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. USSന്റെ ക്വസ്റ്റ്യനും ന്യൂമാത്സിന്റെ ക്വസ്റ്റ്യനും ഒക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സാറ്റ് പേപ്പറിൽ 20 ചോദ്യങ്ങൾ ജനറൽ മാത്സിന് വരാറുണ്ട്. 20 ചോദ്യങ്ങൾ ജനറൽ മാത്സിൽ വരുന്ന അധിക ചോദ്യങ്ങൾ USS ചോദ്യങ്ങളാണ്. USS എഴുതിയ കുട്ടികൾക്ക് അറിയാം. കഴിഞ്ഞ വർഷത്തെ USSന്റെ കണക്ക് പരീക്ഷ അവർക്ക് ടഫായിരുന്നു. ആ കണക്ക് പരീക്ഷയിലെ പല ചോദ്യങ്ങളും എടുത്തത് NMMSC ചോദ്യങ്ങളാണ്. അപ്പൊ അതിന്റെ അർത്ഥം USSന്റെ കാര്യം കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിക്കുക. എന്തായാലും ഇപ്പൊ സ്കൂളില്ലാത്ത ഈ അവസരത്തില് പരമാവധി നിങ്ങൾ വീട്ടിൽ തന്നെ പഠിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. മറ്റു വീടുകളിലൊക്കെ വിരുന്നു പോകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ NMMSന്റെ പ്രാധാന്യം മനസ്സിലാക്കി. നവംബർ മാസം പരീക്ഷ നടക്കുന്നു. ഈ പ്രളയം കാരണമൊന്നും പരീക്ഷകൾക്കൊന്നും ചിലപ്പോൾ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് പരീക്ഷ നടക്കേണ്ടത് നടക്കും. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള ഈ അവസരങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. രക്ഷിതാക്കൾ കൂടി ആ കാര്യം ശ്രദ്ധപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇന്ന് നമ്മള് ഇപ്പൊ മടപ്പള്ളിയിലെ കുട്ടികൾ പുതുതായിട്ട് വന്ന കുട്ടികളാണ്. ഇപ്പൊ സാറ്റ് മാത്ത് എന്നീ 2 പേപ്പറാണ് NMMSക്ക് ഉണ്ടാവുക. SS ആണ് ആദ്യം വരിക, 35 മാർക്ക്. പിന്നെ ബേസിക് സയൻസ് 35 മാർക്ക്. ഇവിടെയാണ് ജനറൽ മാത്സ് 20 വരുന്നത്. ഈ SS-ല് നിങ്ങൾക്ക് വരുന്നത് പൊളിറ്റിക്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 13 മാർക്കാണ്. അതുപോലെ ജിയോഗ്രഫിയിൽ നിന്ന് 12, പിന്നെ ഹിസ്റ്ററിയിൽ നിന്ന് 10. അങ്ങനെയാണ് ഇവിടെ 35 മാർക്ക് കഴിയുന്നത്. പൊളിറ്റിക്സ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, ഈ 3 ഭാഗത്തും കാര്യമായിട്ട് പഠിക്കുക. അപ്പൊ അതില് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിന്റെ പകുതി വരെയുള്ള പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് അധികവും ചോദിക്കുക. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എടുക്കുന്ന അധ്യാപകര് പറഞ്ഞു തരും. നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഈ ഇതിന് ലഭിക്കും. അപ്പൊ ഇവിടെ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞു 13 മാർക്കാണ്. അതുപോലെ ഇതിലിപ്പോ അധികവും വരുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ പറ്റി ചോദിക്കാം, മന്ത്രിമാരുടെ ചുമതലകളെ പറ്റി ചോദിക്കാം, പ്രതിരോധ മന്ത്രിയുടെ ചുമതല, ഇങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ PM, പ്രൈം മിനിസ്റ്റർ താമസിക്കുന്ന വീടിന്റെ പേര് അറിയാമോ? അപ്പൊ 5, 6, 7, 8 പകുതി വരെയുള്ള പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയാണ് ഇത് വകതിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സയൻസിന്റെ കാര്യത്തിൽ ശരത് സാർ പറഞ്ഞൊരു സയൻസിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് വരാറുള്ളത്. ഈ 35 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും. പിന്നെ സ്കൂളുകളിൽ നിന്ന് നേരിട്ടുള്ള ക്ലാസ് അത് ലഭിക്കും. ഇവിടെ നമ്മൾ ഈ ജനറൽ മാത്സ് എടുക്കാം. ഈ ജനറൽ മാത്സ് 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിന്റെ പകുതി വരെയുള്ള എല്ലാ ഭാഗങ്ങളും പഠിക്കണം. ഒരു ചോദ്യവും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുമല്ലോ. ഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യം വരുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതൊക്കെ നിങ്ങളുടെ ക്ലാസ്സിലെ ടെസ്റ്റിലൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അതേ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരണമെന്ന് ഇല്ല. ഗ്രൂപ്പിലേക്ക് കുറെ കാര്യങ്ങൾ ചോദ്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ചോദ്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. വൃത്തിയായിട്ട് വളരെ കൃത്യമായിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ അത് അറിഞ്ഞിട്ടില്ലെങ്കിലൊക്കെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് പിന്നീട് ഞാൻ ക്ലാസ്സിൽ വരുമ്പോഴും എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് നമുക്ക് അങ്ങനെ അഡ്മിൻ ഒഴിയൊന്നല്ല, നിങ്ങളെ ഗ്രൂപ്പിലേക്കൊക്കെ ചോദ്യങ്ങൾ ഷെയർ ചെയ്യാം. ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മറ്റു കാര്യങ്ങളൊന്നും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് ലീനിയർ പെയർ നിങ്ങൾ പഠിച്ചതാണ്. രേഖീയ ജോഡി എന്ന് പറയും അതിന്റെ മലയാളം. ലീനിയർ പെയർസ് ആർ സപ്ലിമെന്ററി. രേഖീയ ജോഡികൾ അനുകൂലങ്ങളാണ്. അനുകൂലങ്ങൾ എന്നാൽ 2 കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നതിനാണ് പറയുന്നത്. അപ്പൊ 2 കോണുകളും ലീനിയർ പെയറിലെ 2 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം, എന്നാലും ലീനിയർ പെയർ ആവും. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ലീനിയർ പെയറിന്റെ കോണുകളൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്.
ഒരു ലീനിയർ പെയറിലെ രണ്ട് കോണുകളും പ്രൈം നമ്പേഴ്സ് ആണ്. വിളിച്ചു പറയേണ്ട, ഫോക്കസ്ഡായ കുട്ടികൾ കമന്റ് ബോക്സിൽ നോക്കി വിളിച്ചു പറഞ്ഞാൽ മതി. ഒരു ലീനിയർ പെയറിലെ അല്ലെങ്കിൽ രേഖീയ ജോഡിയിലെ രണ്ട് കോണുകളും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യ സംഖ്യകളാണ്. എങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 83 and 97. 83 and 97 ആണ്. അപ്പൊ ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രൈം നമ്പർ ആണ് 97 എന്നും 83 പ്രൈം നമ്പർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് 2 മുതൽ 97 വരെയുള്ള പ്രൈം നമ്പർ കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ പ്രൈം നമ്പേഴ്സ് ഒക്കെ കാണാതെ പഠിച്ചോളൂ. അങ്ങനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമാകും. ഇവിടെ ഒരു വർഷം ചോദിച്ചു 4 പ്രൈം നമ്പറിന്റെ ഗുണനഫലം 930. ഇനി അതിന്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും വിശദീകരിക്കണം ചോദിക്കാം. കാരണം 97 ഏറ്റവും വലിയ രണ്ടക്ക അഭാജ്യ സംഖ്യയാണ്. 83 അതിന്റെ താഴെ വരുന്നതാണ്. അപ്പോൾ 2 മുതൽ 97 വരെയുള്ള 25 പ്രൈം നമ്പർ കാണാതെ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലീനിയർ പെയർ എന്താണെന്ന് 2 കൂടി കൂട്ടിയാൽ 180 മനസ്സിലാക്കിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അറിയാൻ പറ്റും 83 97 കൂട്ടിയാൽ 180 ആണെന്നാണ് സത്യം. അങ്ങനെ 150 കിട്ടുമ്പോൾ അത് ലീനിയർ പെയറാണ്. പക്ഷെ 83 97 പ്രൈം നമ്പറുമാണ്, അഭാജ്യ സംഖ്യകളാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് പഠിക്കാത്തവർ പഠിച്ചോളൂ. ഇല്ലെങ്കിൽ NMMSയുടെ സാറ്റ് കിട്ടില്ല. NMMSയുടെ സാറ്റ് പേപ്പർ കിട്ടണമെങ്കിൽ 3 കാര്യങ്ങൾ കാണാതെ പഠിച്ചാൽ നിങ്ങൾ മതിയാവും. ആ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതാൻ പോയാണ്. പഠിച്ച കുട്ടികളിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. പുതിയ കുട്ടികളോടാണ് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് അത് 25 എണ്ണം ആദ്യത്തെ. സ്ക്വയർ നമ്പേഴ്സ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ അടുത്ത പ്രാവശ്യം പുതിയ ലിങ്കിലേക്കാണ് ക്ലാസ് കയറേണ്ടത്. ആ ലിങ്ക് ഞാൻ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ അയച്ചു തരണമെങ്കിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇതിൽ സ്ഥാനമുള്ളൂ. സ്ക്വയർ നമ്പേഴ്സ് 1 to 30. 30 സ്ക്വയർ 900. അങ്ങനെ 1 സ്ക്വയർ മുതൽ 900 വരെയുള്ള അല്ലെങ്കിൽ 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ കാണാതെ പഠിക്കണം. മൂന്നാമത് പഠിക്കുന്നു NMMSക്കാർ. കാണാതെ പഠിക്കുന്നത് കാണാതെ പഠിച്ചിരിക്കണം. 1 to 12 ക്യൂബിക് നമ്പേഴ്സ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 into 1 into 1, അത് 1 ആണ്. 2 ക്യൂബ് 2 into 2 into 2, അത് 8 ആണ്. അങ്ങനെ 27 64 ഈ രീതിയിലുള്ള ക്യൂബിക് നമ്പേഴ്സ് പഠിച്ചു വെക്കുക. 12 വരെ പഠിച്ചാൽ മതി. 12 ക്യൂബ് 1728 ആണ്. 1728 വരെ പഠിച്ചാൽ മതി. വേഗം ഇതെങ്ങനെയാ പരീക്ഷയ്ക്ക് ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ ക്യൂബിക് നമ്പേഴ്സിൽ കൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് പറയുന്നത്. ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചു 4,21,875 ക്യൂബ് റൂട്ട് എത്ര? ഈ ചോദ്യം ഒന്ന് വായിച്ച വർഷ 4,21,875 ക്യൂബ് റൂട്ട്. ക്യൂബ് റൂട്ട് എത്ര? ക്യൂബ് റൂട്ട് എത്ര? അപ്പൊ ക്യൂബ് റൂട്ട് കാണുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. അതേ സമയത്ത് ഇവിടെ ഞാൻ ക്യൂബ് റൂട്ട് കാണുന്ന ചെറിയ കണക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇപ്പോൾ ചെയ്യാൻ തൽക്കാലം. ഇതിനെ ഫാക്ടറൈസ് ചെയ്യും. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു പ്രൈം നമ്പേഴ്സ് ഡിജിറ്റ്സ് ആണ്. 2 3 5 7. 1000 ഒരു ഇരട്ട സംഖ്യ എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസമോ? 1000 ഒരു ഇരട്ട സംഖ്യയല്ലേ? 1000ത്തെ 2 എന്ന അഭാജ്യ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒരു സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ നേർപകുതി എഴുതുകയാണ്, 500. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 500ന്റെ പകുതി 250 വരുന്നു. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 125 കിട്ടുന്നു. അവിടെ ബ്രേക്ക് ചവിട്ടി. ഇനി ഏത് പ്രൈം നമ്പറാണ് ഉപയോഗിക്കുക? 5.
5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 125 എത്ര 5 ഉണ്ട്? 25. മറ്റു കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നു. ആ കോഹോസ്റ്റായ കുട്ടി ഒന്ന് വിളിച്ചു പറയുന്നു. ഓക്കെ അല്ലേ? 25 വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടുന്നു? 5. ഓക്കെ. അപ്പോൾ 5 കിട്ടുന്നു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ കാണുന്ന പുറത്ത് കാണുന്ന താഴെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ മാറ്റി എഴുതുന്നു. 2 എന്നിട്ടോ അടുത്ത ഇൻറ്റു എഴുതുക, കുറച്ച് വലുതാക്കിയിട്ട് ഇൻറ്റു 5 കണ്ട ക്യൂബിക് നമ്പർ ആയതുകൊണ്ട് 3ന്റെ കൂട്ടങ്ങളായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കൂട്ടത്തിൽ ഹലോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ റിമൂവ് ചെയ്യൂ മുഹമ്മദ് റഷാൻ. 2 അങ്ങനെ 3 2കൾ വരുമ്പോൾ ഒരു 2നെ ഇവിടെ നിന്ന് പിടിക്കുക. 5 ഇവിടെ 3 5കൾ വരുമ്പോൾ ഒരു 5നെയും പിടിക്കുക. 2നെ 5 കൊണ്ട് ഗുണിക്കുക 10. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1000 ഈസ് 10. 10 into 10 into 10. ഇത് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയും, ഇല്ലെങ്കിൽ നോ എന്ന് പറയും. മനസ്സിലായിട്ടുണ്ട്. യെസ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 1728 ക്യൂബ് റൂട്ട് കാണണം എന്ന് വിചാരിക്കുക. പറയൂ, ഒരു കോഹോസ്റ്റ് കയറി പറയൂ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? $864. 864 ആണെന്ന് പറയുന്നു. 4 8 6 12 432. 432. അതാരാണ് പറഞ്ഞിട്ട്? ആയിഷ വാഹിബ. ഓക്കെ, വെരി ഗുഡ്. ആയിഷ വാഹിബ കസ്റ്റേഴ്സ് ആണോ? യെസ് സാർ. എന്നാൽ വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും ആയിഷ വാഹിബ? 266. 266 ആണെന്ന് പറയുന്നു. ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. 216. 216. ശരി, അത് കിട്ടിയാൽ തോന്നുന്നു. വീണ്ടും 2 കൊണ്ട് 108. വീണ്ടും 2 കൊണ്ട് 54. 54. രണ്ടിന്റെ ദോഷയാത്ര വരുന്നു. വീണ്ടും 2 കൊണ്ട് 27. അവിടെ ബ്രേക്ക് ചവിട്ടി. 27 2 കൊണ്ട് വിശേഷം വരിക്കാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ എടുത്തു. ഏതാണ് 27 അടങ്ങുന്ന പ്രൈം നമ്പർ? 3. 9. വീണ്ടും 3 കൊണ്ട് വീണ്ടും 3 കിട്ടി. അവിടെ 3 അവസാനിപ്പിച്ചു. അവസാനം കാണുന്ന 3 കാണുന്നുണ്ടോ മുഹമ്മദ് റഷാൻ? ഇല്ല. അപ്പൊ ഒന്ന് ബോർഡ് താഴ്ത്തണം. ഇപ്പോഴോ? കാണുന്നുണ്ട്. ഓ ശരി. അപ്പൊ ഇവിടെ ഈ 3 വന്നു കഴിഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ച പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ 2കളുടെ കൂട്ടങ്ങളെ ഇങ്ങനെ 3ന്റെ കൂട്ടങ്ങളാക്കി മാറ്റുന്നു. 2 into 2 into 2 വലിയ ഇൻറ്റു കൊടുത്തു. ഈ 3ന്റെ കൂട്ടങ്ങൾ എടുത്തു. അടുത്ത 2ന്റെ 3 കൂട്ടങ്ങളാക്കി 2 into 2 into 2 ഇൻറ്റു. ഇനി നിങ്ങൾ പറയും 3 into 3 into 3. 3 into 3. ഇതിൽ ഒരു 2നെ എടുത്തു, അടുത്ത 2നെ എടുത്തു, അടുത്ത 3നെ എടുത്തു. ഇവ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? 12. അപ്പോൾ 1728 ക്യൂബ് റൂട്ട് എത്രയാണ്? 12. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഇന്ന് കഴിഞ്ഞ വർഷത്തിന് മുമ്പത്തെ വർഷം ചോദിച്ച 4,21,875 ക്യൂബ് റൂട്ട് നിങ്ങൾ കണ്ടെത്തുക.
ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുന്നു. ഇവിടെ അവസാനത്തെ സംഖ്യ 5 ആണ്. അതുകൊണ്ട് തന്നെ 5-ൽ അവസാനിക്കുന്ന ഏതോ ഒരു രണ്ടക്ക സംഖ്യയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത്രയും എന്നെ കൊണ്ട് പറ്റും. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുമെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ടൈപ്പ് ചെയ്താൽ മതി. ഹലോ സർ, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓക്കെ. രഞ്ജിത, നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന 2 ചോദ്യങ്ങൾ തരാൻ പറ്റും. ഞാനിപ്പോ രഞ്ജിതെ കോഴ്സ് ആക്കണമെങ്കിൽ ഈ ഫോണൊക്കെ റെഡിയാക്കണം. ഇപ്പൊ എല്ലാവരും തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാ കുട്ടികളും വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ മ്യൂട്ട് ചെയ്യേണ്ട പ്രശ്നമൊന്നും പറയില്ല. ശരി രഞ്ജിത, നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചോദ്യം തരാം. നമുക്ക് ഇന്നലെ കൊടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇന്നലെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം രഞ്ജിത. ഓക്കെ അല്ലേ? ഒന്ന് സൗണ്ട് കുറച്ച് പറയണേ, കൂട്ടി പറയണേ, കേൾക്കുന്നില്ല. യെസ്, ഇന്നലെ ഗ്രൂപ്പിലൂടെ പല കുട്ടികളും ഒരു ചോദ്യം കൊടുത്തപ്പോൾ ഗ്രൂപ്പിലൂടെ ആ കുട്ടികൾക്ക് കയറി വരാൻ ചെറിയ പ്രയാസം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് പലപ്പോഴും ഞാൻ ചോദ്യങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലെ നിങ്ങളുടെ ടീം മാനേജറായ ഒരാൾക്ക് സമ്മതം ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കയറാം. അപ്പൊ ചോദ്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഈ ചോദ്യങ്ങളൊക്കെ ഗ്രൂപ്പിലേക്ക്, എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യമില്ലായിരുന്നു. സം ഓഫ് 2 numbers is 65. 2 സംഖ്യകളുടെ തുക 65 ആണ്. അതല്ലേ ചോദ്യം രഞ്ജിത? അതെ സർ. ഓക്കെ, അതിന്റെ ബാക്കി എന്താ ചോദ്യം? The HCF is 5. Their LCM is their HCF is 5. ഓക്കെ. പിന്നെ വേറെന്താ തന്നിരിക്കുന്നത്? അതില് LCM തന്നിട്ടില്ലേ? LCM തന്നിട്ടുണ്ടായിരുന്നു സർ. എത്ര? 210. Sum of 2 numbers is 65. HCF 5 ആണ്. LCM 210 ആണ്. എങ്കിൽ എന്താണ് ചോദ്യം? ആ സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പൊ എന്താണ് LCM, എന്താണ് HCF, എവിടെയാണ് ഉപയോഗപ്പെടുത്തുക, എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക? ഈ ചോദ്യങ്ങൾ പഠിച്ചോ. LCM HCF പരിചയപ്പെടുന്നത് 6ാം ക്ലാസ്സിലാണ്. ഞാൻ ഇതിന്റെ ഷോർട്ട് മെത്തഡ് ആദ്യം പറയാൻ പോവുകയാണ്. 2 സംഖ്യകളുടെ തുക 65 ആണ്. അവയുടെ HCF ഹൈസ്റ്റ് കോമൺ ഫാക്ടർ 5. LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അത് 210. എങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെ? നിങ്ങൾ ഉടനെ ഈ 65 ആയ 2 സംഖ്യകളുടെ തുകയിൽ HCF ആയ 5 കൂടി അങ്ങോട്ട് കൂട്ടുക. 65 കൂട്ടിയാൽ എത്രയാണ്? 70. ആ സംഖ്യയെ പകുതിയാക്കുക. 35. അതിൽ ഒരു സംഖ്യ കിട്ടി 35. കൂട്ടിയാൽ 65 കിട്ടുന്ന മറ്റേ സംഖ്യ ഏതാണ്? 30. അപ്പൊ ആ 2 സംഖ്യകൾ 30ഉം 35ഉം ആണ്. അത് കൂട്ടിയാൽ 65 ആണ്. ഇനി 30ന്റെയും 35ന്റെയും HCF 5 വരെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. HCF ആദ്യം ടെസ്റ്റ് ചെയ്യുന്നു. 30ഉം 35ൽ അടങ്ങുന്ന ഒരു സംഖ്യ പറയൂ. 2ലും പൊതുവായിട്ട് അടങ്ങുന്ന 5. മുഹമ്മദ് റഷാദ് അവർക്കുള്ളവർക്ക് വേണ്ടി സംസാരിച്ചോളൂ. 30ഉം 35ലും അടങ്ങുന്ന സംഖ്യ 5 ആണ്. 30ൽ എത്ര 5 ഉണ്ട്? ആ ചെറിയ പറയാൻ പറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. 6 × 30. 35ൽ എത്ര 5 ഉണ്ട്? 7. ആ കോഹോസിനെ കുറിച്ച് പെട്ടെന്ന് കയറി പറഞ്ഞാൽ മതി.
അപ്പം 6 5 30, 7 5 35. ഇനി എന്റെ ചോദ്യം, 6-നും 7-നും അടങ്ങുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. ഒന്നടങ്ങും. 1 6-നും 7-നും അടങ്ങുന്ന സംഖ്യയാണ്. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമല്ല 6-നെ കിട്ടുക. അതുകൊണ്ട് HCF കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എത്ര സംഖ്യ ഈ കൂട്ടിനകത്തുണ്ടോ ആ സംഖ്യയിൽ പൊതുവായിട്ട് അടങ്ങുന്ന സംഖ്യ മാത്രമേ HCF ആയിട്ട് വരൂ. അതാണ് HCF. ഇനി LCM നോക്കിക്കോളൂ. LCM കാണുന്നത് എങ്ങനെയാണ്? 30-ന്റെയും 35-ന്റെയും LCM എങ്ങനെയാണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 210 കിട്ടുന്ന നോക്കിക്കോളൂ. അതിനിവിടെ നിൽക്കല്ല, അങ്ങ് പോവാണ്. 30-നെയും 35-നെയും നമുക്ക് ഏത് ചെറിയ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? രഞ്ജിത, 30-നെയും 35-നെയും ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5. അപ്പൊ ഈ LCM കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 3 5 7 ക്രമത്തിലേ പോകാവൂ. സാർ ബോർഡ് കാണുന്നില്ല. ബോർഡ് കാണുന്നില്ലേ ഇർഷാൻ? സാറേ കാണുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ മൊബൈൽ ചരിച്ചു പിടിക്കാൻ പറഞ്ഞു കൊടുക്കും. ശരി, 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ 6 5 30, 7 5 35 കിട്ടി. വീണ്ടും നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 7. രഞ്ജിത, 3. 6-ലും 7-ലും അടങ്ങുന്ന പൊതുവായ സംഖ്യ ഇല്ല. പക്ഷേ 6-ൽ അടങ്ങുന്നുണ്ടല്ലോ. 3. 3. 3. അപ്പൊ 3 എടുത്തു. ശരി, 3 എടുത്തു. 2 3 6, 7 അംഗത്തിൽ ഇറക്കിയെടുത്തു. പിന്നെ 2. 2 കൊണ്ട് ചുരുക്കിയപ്പോൾ 1 കിട്ടി, 7 അംഗത്തിനെ കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് 1 ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ 5 3 2 7 ഇത് തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? 210. അപ്പൊ 210 ആണ് LCM. ഇതൊന്നുകൂടി പറയുന്ന മക്കളെ. സാർ HCF ഏതാണ് പറയേണ്ടത്? ഇതാണോ പറയേണ്ടത്? ഇതാണോ പറയുന്നത്? HCF HCF കാണുന്നതാണ് പറയേണ്ടത് പറയുന്നു. അത് ആദ്യം പറഞ്ഞത്. ഇപ്പൊ 30 35 എന്ന സംഖ്യയുടെ HCF ആണ് കാണുന്നതെങ്കിൽ 30-നും 35-നും അടങ്ങുന്ന പൊതുവായ, രണ്ടിനും കൂടിയും അടങ്ങുന്ന പൊതുവായ സംഖ്യ ഏതാണ്? 5. അങ്ങനെ 5 ഇവിടെ എഴുതിയപ്പോൾ 6 5 30, 7 5 35. 6-ഉം 7-ഉം 2 വ്യത്യസ്ത സംഖ്യകളാണ്. അവരെ പൊതുവായി നടക്കുന്ന സംഖ്യ ഇല്ല. അതുകൊണ്ട് തന്നെ 5 ആണ് HCF. ഇത് മനസ്സിലായോ? മൈക്ക് മ്യൂട്ട് ചെയ്യുക. കോഹോസ്റ്റായ കുട്ടി പറയുക. മറ്റുള്ള കുട്ടികൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലായിട്ടില്ല? രഞ്ജിത എന്ന് പറഞ്ഞു കൊടുക്കുമോളെ. ഓക്കെ സർ. 30 35 എന്ന് പറയുന്ന 2 സംഖ്യകളുടെ HCF ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതില് ഫാക്ടറൈസ് ചെയ്തിട്ടാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നത്. 30-ലും 35-ലും 2-ലും പോകുന്ന ഒരു പ്രൈം നമ്പർ ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 6-ഉം 7-ഉം കിട്ടി. ഇനി ഈ 6-ഉം 7-ഉം രണ്ടും പോകുന്ന ഒരു പ്രൈം നമ്പർ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ഫർദർ ആയിട്ട് ഫാക്ടറൈസ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ HCF 5 ആണ്. ഈ HCF കാണുന്ന പ്രശ്നം ഇവര് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ USSന്റെ ക്ലാസ്സിലും കൂടി കയറിയിട്ട് അവർക്ക് ഈ സാധനമൊക്കെ എടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും അതിൽ കയറിയിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക നിങ്ങളുടെ പരീക്ഷയ്ക്ക്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? വേറൊരു ചോദ്യം എടുക്കാം.
അപ്പൊ HCF LCF പഠിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് HCF ആദ്യം. ഈ HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ്. വൺ പൊതുഘടകം എന്നാണ് ഇപ്പൊ അതിന്റെ മലയാളം. പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, 6, 8. 6ന്റെയും 8ന്റെയും ഫാക്ടേഴ്സ് എടുക്കുന്നു. 1, 6, പിന്നെ 2, 3, 6, 3, 6. 6ന്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇനി 8ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 8. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലെ ഘടകങ്ങൾ ഗുണിച്ചാൽ സംഖ്യ കിട്ടണം. 1 × 6 6, 2 × 3 6, 1 × 8 8, 2 × 4 8. അപ്പം 6ഉം 8ന്റെയും HCFിലേക്ക് പോകാൻ ചെന്നപ്പോൾ CFിലേക്ക് പോകുന്നു. CF തരം കോമൺ ഫാക്ടേഴ്സ് രണ്ടിലും കൂടി അടങ്ങുന്നു. 1, 2, വേറൊന്നുമില്ല. അപ്പൊ അതില് ഹയസ്റ്റ് ഏതാണ്? 1നും 2നും വലുത് ഏതാണ്? 2. ഇനി നിങ്ങൾ നേരത്തെ പഠിച്ച 35, 30 ഞാൻ എടുത്ത് കാണിച്ചില്ല. 30ന്റെ ഫാക്ടേഴ്സ് എഴുതി. 1, 2, 3, 3 10 30, 5, 6 ഇതൊക്കെ 30ആണ്. 15 അതുപോലെ 30 ഒരു ഘടകമാണ്. 10. 10 അത് വിട്ടുവരാ. 10, 15, 30 ശരിയായി. അപ്പൊ ഇതെല്ലാം 30ന്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ്. ഇനി 38ന്റെ ഘടകങ്ങൾ നോക്കൂ. 1, 5, 7. 35. ഇത് 35ന്റെ ഘടകങ്ങളാണ്. ഇതില് CF കോമൺ ഫാക്ടേഴ്സ് നോക്കൂ നിങ്ങൾ. 1 എല്ലാത്തിലും വരുന്നുണ്ട്. പിന്നെ എന്താ വരുന്നത്? 5. 5 വരുന്നു. 5 വരുന്നു. ഇതിൽ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണ്? 5. അതിന്റെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കാണിച്ചു തന്നു. അതല്ലേ നിങ്ങൾക്ക് നേരത്തെ ആ കുട്ടി കാണിച്ചു തന്നു. ഇവിടെ ഈ രീതിയിൽ എഴുതി കണ്ടുപിടിക്കാൻ വലിയ സംഖ്യകൾക്ക് പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 30ഉം 35ഉം ഈ കൂട്ടിനകത്ത് എഴുതിയിട്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. അതിൽ പൊതുവായി അടങ്ങുന്ന സംഖ്യ 5 7 6 5 30 7 5 35. ഇനി ഇത് പൊതുവായിട്ട് അടങ്ങുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു സംഖ്യ തരാം. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. 24, 48, 36, 12 ഇവയുടെ HCF ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് 8 മണിക്ക് നിങ്ങളുടെ USSന്റെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്നത് 8 മണിക്കുള്ള ക്ലാസ് ഈ HCFും LCM ആയിരിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾ അതിൽ കയറാം. അപ്പൊ USSന്റെ ഇതേ ലിങ്കിൽ തന്നെ കയറിയാൽ മതി. അവരുടെ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾ കയറി ഒന്നും പറയരുത്, ടൈപ്പ് ചെയ്താൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇതിന്റെ HCF കിട്ടിയോ നിങ്ങൾക്ക്? 12 ആണോ? എല്ലാവരും ചെയ്യട്ടെ, കിട്ടിയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ചെയ്ത ഈ രീതി ചെയ്യാൻ പറ്റില്ല, അത് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് പറയുന്നത്. നമുക്ക് നോക്കാം. 24, 48, 36, 12 ഫാക്ടറൈസ് ചെയ്യുന്നു. മർക്കസ് ക്ലാസ്സിൽ ഒരു കുട്ടി വരൂ എന്റെ കൂടെ, പറയൂ ഇതിന്റെ മറുപടി. ഞാൻ ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശരി, സംഭവിക്കുന്ന എന്താന്ന് നോക്കിയോ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ പകുതിയാവും. 12, 24, 18, 6. വീണ്ടും ഇവിടെ എല്ലാം ഇരട്ട സംഖ്യകളാണ്. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2. അപ്പോൾ 6, 12, 9, 3. ഇനി ചെറിയൊരു പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. എന്താ പ്രശ്നം? ഇവിടെയുള്ളതൊക്കെ 2 ഈവൻ നമ്പേഴ്സും ബാക്കി ഓഡ് നമ്പേഴ്സും ആണ്. അതുകൊണ്ട് നമുക്ക് പൊതുവായിട്ടൊരു സംഖ്യയെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 കൊണ്ട് പറ്റില്ല, വേറെ ആളെ കൊണ്ട് പറ്റും.
അപ്പൊ ഇത് എല്ലാത്തിനെയും 3 കൊണ്ട് പറ്റെങ്കിൽ മാത്രമേ 3 എടുക്കാവൂ, ഇല്ലെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം. ഇവിടെയുള്ള എല്ലാ സംഖ്യകളെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് 3 എടുത്തത്. 2 3 6, 4 × 3 12, 3 × 3 9, 1 3 3. അവിടെ പ്രശ്നം തീർന്നു. കാരണം ഇതെല്ലാം വ്യത്യസ്ത സംഖ്യകളാണ്, കോമൺ ഫാക്ടറായിട്ട് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ചെയ്തത് മാത്രം മതി. അപ്പൊ 2 × 2 × 3 ആയ 2 × 3 12 ആയിരിക്കും ഉത്തരം. പക്ഷേ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇവിടെ HCF 12 ആണെങ്കിൽ LCM 12 അല്ല. LCM ഇതിന്റെയൊക്കെ മേലെ പോലെ സംഖ്യയായിരിക്കും. ഇതിന്റെ LCM കാണുമ്പോൾ നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകണം. അതെങ്ങനെ മുന്നോട്ട് പോകാം? ഇവിടെ 12 HCF എടുത്തു കഴിഞ്ഞാൽ LCM കാണുമ്പോൾ ഇത് നോൺ സ്റ്റോപ്പ് ആക്കി പോയിക്കോളും. മുന്നോട്ട് പോട്ടെ വീണ്ടും. എത്ര കൊണ്ട്? 2 കൊണ്ട്. അപ്പൊ ഇവിടെ 1 കിട്ടി, 2 × 4 കിട്ടി, 3 ഓർഡർ കിട്ടി, 1 കിട്ടി. വീണ്ടും നമ്മൾ 2 കൊണ്ട്. അപ്പൊ 1 1 3 1. വീണ്ടും 3 കൊണ്ട്. 1 1 1 1. അപ്പൊ ഇതൊക്കെ നമുക്ക് ഗുണിക്കേണ്ടി വരും LCM കാണുമ്പോൾ എന്ന് തിരിച്ചറിയുക. LCM കാണുമ്പോൾ എല്ലാം ഒന്നാക്കി മാറ്റുക എന്ന് ഓർത്താൽ മതി. HCF കാണുമ്പോൾ കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ. മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ നമ്പർ സീരീസ് പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഇനി ഇന്നത്തെ ക്ലാസ് മാറ്റ്, ആ മാറ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്പർ സീരീസ്. രഞ്ജിതൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇവർക്ക് കൊടുക്കാനുണ്ടോ? നമ്പർ സീരീസിന്റെ ഇല്ല സർ എന്റെ കയ്യില്. ചോദ്യം ഉണ്ടോ നമ്പർ സീരീസ്? ഇല്ല സർ, ഇല്ല. ഇല്ല. വേറെ ഏതെങ്കിലും പൊതുവായിട്ടുള്ള ചോദ്യം ഉണ്ടോ കൊടുക്കാൻ? അല്ലെങ്കിൽ ഞാൻ തന്നെ ഇടപെട്ടല്ലേ? ഓക്കെ. അപ്പം നമ്പർ സീരീസ്, അതിൽ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയൊക്കെയാ ചോദ്യങ്ങൾ വരിക അത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തേണ്ടിയുണ്ട്. ചില കുട്ടികൾക്ക് പിന്നെ പുതുതായിട്ട് വന്ന കുട്ടികൾ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി. നമ്പർ സീരീസിൽ വരുന്ന ചോദ്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരേണ്ടിയുള്ള നമ്പർ സീരീസിൽ 5 ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മുമ്പ് ക്ലാസ് കേൾക്കാത്തവരും പുതുതായിട്ട് ക്ലാസ് കയറുന്നവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. യെസ്, ആദ്യം നമുക്ക് 4-5 ചോദ്യം തരാം. നമ്പർ 1, 66 ഇങ്ങനെ വരിക. 55 45 36 ഡാഷ്. ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പറയാം. 25 ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 25 25 ആണ്. എങ്ങനെയാ കിട്ടുന്നത്? ഇതിന്റെ ആൻസർ ആർക്ക് പറയാൻ പറ്റും? സാറേ 28 28 കൊണ്ട് 25 വന്നു. 2 ആണ് പറയുന്നത്. 28 25 പറയുന്നു. രഞ്ജിത ഏതാണ് ശരി? 28. ഓ 28. 28 ആണ്. എങ്ങനെയാണ് 28 കിട്ടുന്നത്? 26 ആ പറയൂ. ഈ 66 55 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 11. ശരി. അടുത്തത് 55 45 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10. 45ഉം 36 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9. ഇനി ആരെയാണ് തിരിക്കേണ്ടത്? 11 എടുത്തു, 10 എടുത്തു, 9 എടുത്തു, അടുത്തത് ആരാണ്? അപ്പോൾ 36 8 മൈനസ് ചെയ്താൽ എത്രയാണ്? 28. അപ്പൊ ഇവിടെ വേണ്ട ആൻസർ 28 ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ 200 പേജ് വരയില്ലാത്ത, 200 പേജ് കുറയരുത്, വരയില്ലാത്ത ഒരു വെള്ള നോട്ട് ബുക്കിൽ, വൃത്തിയുള്ള നോട്ട് ബുക്കിൽ, കുറച്ച് വീതി കൂടിയ നോട്ട് ബുക്കിൽ
നമ്പർ സീരീസ് എന്ന ഹെഡിങ് എഴുതിയതിനു ശേഷം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരു ബോക്സ് കൊടുക്കണം. ആ ബോക്സ് കൊടുത്തിട്ട് എന്താണ് എല്ലാം പറയാം. ഇവിടെ 36 വരെ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ട് അവിടെ 28 എന്ന ഉത്തരാണ് എഴുതുക. ഇവിടെ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ തരും ചിലപ്പോൾ തരില്ല, പക്ഷെ പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. അങ്ങനെ വന്നതിന് ശേഷം ചുവന്ന മഷി കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഈ വ്യത്യാസം അവിടെ എഴുതി വെക്കുക. ഇങ്ങനെയാണ് 28 കിട്ടുന്നത് തിരിച്ചറിയുക. എന്തിനു വേണ്ടിയിട്ട് തരാൻ, പരീക്ഷയുടെ തലേ ദിവസം ഇതൊന്ന് എടുത്തു നോക്കുമ്പോ പെട്ടെന്ന് 28 കിട്ടിയ എങ്ങനെയാ കിട്ടിയെന്ന് തിരിയൂല. അതുകൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്പർ സീരീസിൽ 5 ചോദ്യം ഇപ്പൊ തരാം, ഇത് നോക്കാം. രണ്ടാമത്തെ ചോദ്യം മടപ്പള്ളി ഗേൾസിനോടാണ്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ടീച്ചർ ഗ്രൂപ്പ് കയറിയിട്ടുണ്ട്. മടപ്പള്ളി ഗേൾസിലെ കുട്ടികൾ ഇതിലുണ്ടോ? ഉണ്ട് സാർ. ഉണ്ട്. കുട്ടിയുടെ പേര് പറയും. പേര് പറയും. ഉണ്ട് സാർ. ഉണ്ട്. ഉണ്ട് എന്നാ പേര്. പേര് വെച്ചാ ഉണ്ട് എന്നാ പേര് പറയും. ഗൗതം. അഹിൻ. പ്രിയ. ഫാത്തിമ സേന. ഫാത്തിമ സേന കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ ഫാത്തിമ? ഇല്ലേ? ഫാത്തിമ കേൾക്കുന്നുണ്ടോ? ഉണ്ടതില്ല. 25, 50, 86, 135 മടപ്പള്ളി ഗേൾസാണ് മറുപടി പറയുന്നത്. ഓപ്ഷൻസ് തരികയാണ്. 185, 188, 199, 207 മടപ്പള്ളി ഗേൾസ് മറുപടി പറയണം. അടുത്ത നമ്പർ ഏതാണ്? മടപ്പള്ളി ഗേൾസിന് അറിയില്ലെങ്കിൽ ഞാൻ മർക്കസ് ഗേൾസിലേക്ക് പോകും. മർക്കസ് ഗേൾസിന് അറിയില്ലെങ്കിൽ ഞാൻ ലീഡർ ഗ്രൂപ്പിലേക്ക് പോകും. യെസ്, പറയൂ. ആർക്ക് പറയാം? ആർക്കും പറയാം. സാറേ 199 ആണോ? 199 ശരിയാണ്. ആ കുട്ടിയുടെ പേരെന്താണ്? സഫീദ. റസീന. സഫീദ. സഫീദ. മർക്കസ്. 199 ശരിയാണ്. എങ്ങനെ കിട്ടിയെന്ന് പറയൂ മകളെ. 25 നിന്ന് 50ലേക്ക് 25 ആണ് ഡിഫറൻസ്. 25 ഒന്നും നിർത്തില്ലേ പറയാം, മറ്റുള്ള കുട്ടികൾക്കും കൂടി എഴുതിയെടുക്കണം. 25 50 തമ്മിലുള്ള വ്യത്യാസം 25 ആണ്. പിന്നെ 50 നിന്ന് 86ലേക്ക് 36 ആണ്. 36 ആണ് ഡിഫറൻസ്. അടുത്തത് പിന്നെ 86 നിന്ന് 135ലേക്ക് 49 ആണ്. 49 എന്ന് പറയുമ്പോൾ 25, 36, 49 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരേണ്ട നമ്പേഴ്സ് ഏതാണ്? സ്ക്വയർ നമ്പേഴ്സ്. 25 5ന്റെ വർഗം, 36 6ന്റെ വർഗം, 7ന്റെ വർഗം, 49 അടുത്തതായി വരണം. 8ന്റെ വർഗമായ 64. 8ന്റെ വർഗമായ 64 വരണം. അപ്പൊ 135ന്റെ കൂടെ 64 കൂട്ടി എഴുതിയെന്ന് പറയണേ 199. മറ്റുള്ള കുട്ടികൾക്ക് മനസ്സിലായി കിട്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. മുഹമ്മദ് റഷാദ്. മുഹമ്മദ് റഷാദ്. എത്ര കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഗ്രൂപ്പില്? 120 കുട്ടികളുണ്ട്. 120 നല്ല നമ്പറാണ്. 120 നല്ല നമ്പറാണ്. നമ്മളെ ഗ്രൂപ്പിൽ 500 കുട്ടികൾക്ക് വരെ പങ്കെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ സ്കൂൾ ഇല്ലാത്ത ഈ അവസരത്തിൽ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് NMMSC പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് യൂട്യൂബിലേക്ക് ഇപ്പം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഏറ്റവും നല്ലത് നേരിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നതാണ്. നേരിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിട്ട് പഠിക്കുക. അപ്പൊ ഇവിടെ 199 ശരി എന്ന് മനസ്സിലാക്കും.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഏതുമാവട്ടെ, ഞങ്ങൾ മടപ്പള്ളി ഗേൾസിലെ കുട്ടികളാണ്, ഞങ്ങൾ ഉത്തരം പറഞ്ഞുകൊള്ളാം എന്ന് പറയുന്ന ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വരുന്നു. മർക്കസ് ഗേൾസിലെ ഒരു കുട്ടി മുന്നോട്ട് വരൂ. ഞങ്ങൾ മർക്കസ് ഗേൾസിലെ കുട്ടികളാണ്, ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്ന് ധൈര്യമുള്ള കുട്ടി. ആയിഷ വാഹിബ. ആയിഷ വാഹിബക്ക് നല്ല ധൈര്യം, നല്ല ലൈക്ക് കൊടുക്കുക. ആയിഷ വാഹിബയാണ് മറുപടി പറയാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആയിഷ വാഹിബ. ചോദ്യം ഇതാണ്: 676 576 484 400 ഡാഷ് പറയും. ഓപ്ഷൻ വേണമെങ്കിൽ അതും തരാം. ഓപ്ഷൻ വേണം. 361. ഞാൻ നേരത്തെ മുന്നോട്ട് വന്ന കുട്ടിയോടാണ് എന്റെ ചോദ്യം. ആയിഷ വാഹിബയോടാണ് എന്റെ ചോദ്യം. മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ, ഇത് റിമൂവ് ചെയ്യേണ്ടി വരും. ആയിഷ വാഹിബയോടാണ് എന്റെ ചോദ്യം. എത്രയാണ്? 361. അല്ലല്ലോ, ഞാൻ ഓപ്ഷൻ തരാം. 324. 324 336 360 ഇത്രയാണ് ഓപ്ഷൻ. 324 സാർ. ആയിഷ വാഹിബ മറുപടി പറയും. 324 ആണ് റൈറ്റ് ആൻസർ. എങ്ങനെ കിട്ടിയെന്ന് പറയും. സോ 676 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 676 is the square of 26 ന്റെ സ്ക്വയർ ആണ്. 576 24 ന്റെ സ്ക്വയർ ആണ്. 484 22 സ്ക്വയർ ആണ്. 420 സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരട്ട സംഖ്യകളുടെ ഒന്നിടവിട്ട സംഖ്യകളുടെ സ്ക്വയർ ആകുമ്പോൾ അടുത്തത് 15 സ്ക്വയർ ആയ 324 ഇവിടെ എഴുതേണ്ടി എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം. സ്ക്വയർ നമ്പേഴ്സ് കാണാതെ പഠിച്ചില്ലെങ്കിൽ ഈ നമ്പർ സീരീസിൽ 5 മാർക്ക് കിട്ടില്ല, വേറൊന്നിലൂടെ കിട്ടൂല. ഇത് മിസ്സിംഗ് നമ്പേഴ്സ് അല്ല, കള്ളി വരച്ചിട്ട് അതിൽ നിന്ന് 5, 5, 10 ചോദ്യമായില്ല. പല കുട്ടികളും എന്റെ മുമ്പസിക്ക് 1 മാർക്കും 2 മാർക്കും പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു വിളിക്കാറ്. എന്നോട് ചോദിക്കും, സാറേ എനിക്ക് 3 മാർക്കിന് എന്റെ മുമ്പസിക്ക് പോയി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങളുടെ സ്കൂളിൽ തന്നെ കുട്ടികൾ 133 കിട്ടേണ്ട കുട്ടിക്ക് 130 കിട്ടിയപ്പോൾ കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ച് 3 മാർക്ക് പോയില്ലേ മുകളിൽ ഈ പ്രൈം നമ്പർ കാണാതെ പഠിച്ചിരുന്നോ, സ്ക്വയർ നമ്പർ കാണാതെ പഠിച്ചിരുന്നോ? ഇല്ല. ഇല്ല പിന്നെ 3 മാർക്ക് പോയാൽ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ പഠിച്ചിട്ടില്ലേ കിട്ടൂല. If you are not willing to learn, no one can teach you. If you are determined to learn, no one can stop you എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡിറ്റർമിൻ ആയിരിക്കണം, ദൃഢനിശ്ചയത്തോട് കൂടി ഇരിക്കണം. അടുത്ത ചോദ്യം ഏതുമാവട്ടെ, ഏതെങ്കിലും കുട്ടി മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞോളാം. ആയിരം ശ്രദ്ധിക്കുക. 8 മണിക്ക് USSന്റെ ക്ലാസ് ആണ്. LCM HCF ആണ് അവർക്ക് വേണ്ടി എടുക്കുന്നത്. കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കയറാം. LCM HCF ഒന്നും ചോദ്യം ഉണ്ടാവുന്നതാണ് എന്നത് നിങ്ങൾ അറിയിക്കുകയാണ്. ഓഹോസ്റ്റായിട്ട് കുട്ടികൾ ഒരു 5 മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ചാണ്. അടുത്ത ചോദ്യം ഏതുമാവട്ടെ, എത്ര കുട്ടികളാണ് മുഹമ്മദ് റഷാദിനുള്ളത്? 124 കുട്ടികളോട് ഞാൻ ചോദിക്കുന്നു, ഒരു കുട്ടി മുന്നോട്ട് വാ, ഞാൻ പറഞ്ഞോളാം സാർ ഉത്തരം. തെറ്റായാലും ശരിയായ ഋതുദേവ്. ഋതുദേവ് ഏത് സ്കൂളാണ്? GHSS മടപ്പള്ളി ബോയ്സ്. മടപ്പള്ളി ബോയ്സിലാണ് ഋതുദേവ്. മടപ്പള്ളി ബോയ്സിലാണ്, ഗേൾസിലല്ല. അല്ല. അപ്പൊ ബോയ്സും ഗേൾസും അവിടെ ചെറിയ വ്യത്യാസമല്ലല്ലോ, ഒരു 100 മീറ്ററിന്റെ വ്യത്യാസമില്ല ഈ സ്കൂൾ തമ്മിൽ അല്ലേ? അപ്പൊ 100 മീറ്റർ അപ്പുറത്തുള്ള ഗേൾസിലെ കുട്ടികൾ മുന്നോട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നിട്ട് ഋതുദേവാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഋതുദേവ 6, 11, 21, 36, 56 ഡാഷ്. ഓപ്ഷൻസ് ആർ 66, 76, 81, 91. എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയുന്നത്. സ്റ്റാർട്ട്.
ബുദ്ധിദേവ് പോയോ? ഇല്ല സാർ. പറഞ്ഞോ. അടുത്ത നമ്പർ ഏതാണ്? ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ 100 മീറ്റർ പിന്നോട്ട് വന്നിട്ട് അല്ല മുന്നോട്ട് പോയിട്ട് മടപ്പള്ളി ഗേൾസിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും കൂടി ഇതിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കില്ല. സാർ 81. കിട്ടുന്നില്ല. 81 അല്ലേ? 81 കറക്റ്റ് ആണ്. ആരാണ് ഉത്തരം പറഞ്ഞത്? 81. ഇതൊരു പെട്ടിയാണ്. 81 is the right answer. പെട്ടിയാണ്. മനസ്സിലായോ എങ്ങനെ 81 കിട്ടുന്നുണ്ട്? ഇല്ല സാർ. Denjita, could you please explain how we got 81 here Okay, sir. in English and your own language? Okay, start. The difference here, the difference between 11 and 6 is 5, and the difference between 21 and 11 is 10. Difference between 36 and 21 is 15. Difference between 56 and 36 is 20. So to get the next number, we will have to add 25 to 56. When we add 25 to 56, we will get 81. ഒന്നുകൂടി ഒന്ന് സാവകാശം പറയൂ. Okay, sir. The difference between 6 and 11 is 5. The difference between 11 and 21 is 10. The difference between 21 and 36 is 15. And the difference between 36 and 56 is 20. So, to get the next number, we will have to add 25 to 56. When we add 25 to 56, we will get 81. So, the answer is 81. കാസർഗോഡ് ജില്ലയിലെ പരപ്പ ഹൈസ്കൂളിലെ ഒരു കുട്ടി ഇതിലുണ്ട്. ആ കുട്ടി കന്നഡയാണ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഒന്ന് കന്നഡയിൽ പറഞ്ഞു കൊടുക്കാം ആ കുട്ടിക്ക് വേണ്ടി. Okay, sir. 6 ಮತ್ತು 11 11ರ ವ್ಯತ್ಯಾಸ 5, 11 ಮತ್ತು 21ರ ವ್ಯತ್ಯಾಸ 10, 21 ಮತ್ತು 36ರ ವ್ಯತ್ಯಾಸ 15, 56 ಮತ್ತು 36ರ ವ್ಯತ್ಯಾಸ 20. ಹಾಗಾಗಿ ಮುಂದಿನ ಸಂಖ್ಯೆ ಸಿಗಲು ನಾವು 56ರ ಜೊತೆ 20ರನ್ನು 56ರ ಜೊತೆ 25ರನ್ನು ಕೂಡಿಸುವಾಗ ನಮಗೆ 81 ಸಿಗುತ್ತದೆ. ಹಾಗಾಗಿ ಈ ಪ್ರಶ್ನೆಯ ಉತ್ತರ 81. ശരി, അതിൽ 81 മാത്രമാണ് എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. ശരി, 81 ശരി. ആ കുട്ടികൾ തിരിച്ചറിയണം. ശരി, ഇത് നമ്മുടെ നമ്പർ സീരീസിന്റെ കാര്യത്തിൽ വെച്ച് നോക്കാം. എലിജിബിലിറ്റി ടെസ്റ്റിന്റെ കുറച്ച് മോഡലായി ആദ്യം കുട്ടികൾക്ക് അതിനകത്തുണ്ട്. അപ്പൊ എന്തായാലും 5 മാർക്കിന്റെ ചോദ്യം നമ്പർ സീരീസ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം ഞാൻ തരികയാണ്. ഇതിന്റെ ആൻസർ ചോദ്യം തരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് വാ. ആരുണ്ടായില്ല. ചോദ്യം ഏതോ ആട്ടെ, ഞാൻ ഒരു കൈ നോക്കാം എന്ന് ധൈര്യമുള്ള കുട്ടി. ചോദ്യം തരുന്നു. മറ്റുള്ള കുട്ടികൾക്ക് പിന്നീട് ടൈപ്പ് ചെയ്താൽ റിസ്താൻ രണ്ടു സമയം കൊടുത്തിട്ട് 32, 37, 47, 58, 71 dash. ഏറ്റെടുത്ത് കുടുങ്ങിയോ? ഏറ്റെടുത്ത് കുടുങ്ങിയോ? 96. എങ്ങനെ കിട്ടിയെന്ന് പറയണേ, എന്നെ കുടുങ്ങും. കിട്ടിയോ? രഞ്ജിത ഇതിന്റെ ആൻസർ കിട്ടിയോ? രഞ്ജിതയ്ക്ക് ഇല്ല. 96 അല്ലേ? ഇപ്പൊ കിട്ടിയിട്ടില്ല. 96. കിട്ടിയിട്ടില്ല. ശരി, മടപ്പള്ളി ഗേൾസിന് കിട്ടിയ ചോദ്യത്തിന് ഉത്തരം.
വയനാട് പനമരത്തിന് കിട്ടിയ ഈ ചോദ്യത്തിന് ഉത്തരം, വയനാട് പനമര ഹൈസ്കൂളിന് കിട്ടിയ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. സാർ 96 ആണ്. 96 അല്ല. സാറേ 86 ആണോ? 86 അല്ല. Sir, 79. 79 is the right answer. അതാരാ പറഞ്ഞത്? Aisha Wahiba. ഐഷ വാഹിബ സ്കൂളാ? Marcus Girls. എങ്ങനെയാണ് ഐഷ വാഹിബ 79 കിട്ടിയത് പറയൂ. ഫസ്റ്റിലെ 32-ലെ 3 + 2 5 ആണ്. 32-ലേക്ക് 5 കൂട്ടിയാൽ ഞാൻ അവിടെ എഴുതട്ടെ. 3 + 2 5 ആണ് 30. പിന്നെ എന്ത് ചെയ്തു? 32-ലേക്ക് 5 ആഡ് ചെയ്യുമ്പോൾ 37 ആൻസർ കിട്ടും. ഓ, രണ്ടാമത്തെ നമ്പർ കിട്ടി. പിന്നെ എന്ത് ചെയ്തു? 3 + 7 = 10. 10 ആഡ് ചെയ്യുമ്പോൾ 47 കിട്ടും. 47 മൂന്നാമത്തെ കിട്ടി. പിന്നെ 7 + 4 = 11. 11 കൂട്ടുമ്പോൾ 58 കിട്ടും. 48. പിന്നെ 8 + 5 = 13. അത് കൂട്ടുമ്പോൾ 71 കിട്ടും. 70. പിന്നെ 7 + 1 = 8. അതിലേക്ക് 8 കൂട്ടുമ്പോൾ 79 കിട്ടും. 79. ഐഷ വാഹിബക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കേ. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ശരി. ഇന്നത്തെ ക്ലാസ് 7 മണിയായി. 8 മണിക്ക് USSന്റെ കുട്ടികൾക്കുള്ള LCM HCM ക്ലാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഫോണില് ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ അത് യൂട്യൂബിലൂടെ. ഹോംവർക്കായിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങളിലോ അല്ലാത്ത ചോദ്യങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഇപ്പൊ ചോദിക്കാം. രഞ്ജിത, ഇവര് പിരിയുന്നതിന് മുമ്പ് നമുക്ക് ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കണം, ഒരു ഹോംവർക്ക്. ഏതെങ്കിലും കയ്യിലുണ്ടോ? സർ ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് പറയാം. നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവർക്ക് എന്തെങ്കിലും ഹോംവർക്കിന്റെ സംശയം ചോദിച്ചോളൂ. ഏതെങ്കിലും സംശയം ഹോംവർക്കിൽ ഉണ്ടോ മക്കള്? അല്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കുറിക്കുന്ന ചോദ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തരാം. സാർ, ഇന്ന് ഹോംവർക്ക് വന്ന ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ക്യൂബിന്റെ ക്യൂബിക് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ? എങ്ങനെ എങ്ങനെ? ഫസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നില്ലേ? അതേതാ? അത് ഏതാ നമ്പർ ഒന്നുകൂടി പറഞ്ഞു തരുമോ? ഫസ്റ്റ് ക്ലാസ് അത് ഈ കൂട്ടത്തിലെ കുട്ടിയെന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഓർമ്മയില്ല ഏതായിരുന്നു ആദ്യം കൊടുത്തതെന്ന് നമ്പർ. ആ കുട്ടി 4,21,875. അതല്ലേ? ആ, 4,21,875 എന്ത് കാണുന്നെന്നാ പറഞ്ഞത്? ക്യൂബ്. ക്യൂബ് റൂട്ട്. ക്യൂബ് അല്ലേ? ക്യൂബ് റൂട്ട്. റൂട്ട്. അപ്പൊ 5 കൊണ്ട് ഹരിക്കുന്ന അങ്ങനെ ഹരിച്ചങ്ങനെ പോയാ മതി. കേട്ടോ മോളെ? സാറേ അപ്പൊ ഫുള്ള് 5 കൊണ്ട് അരിച്ചാ മതി? മുഴുവൻ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതിനെ 5 കൊണ്ട് ഹരിക്കാവൂ. 5 കൊണ്ട് ഹരിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആള് നിൽക്കും. പിന്നെ 3 കൊണ്ട് ഹരിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ഹരിച്ചു നോക്ക്. മുഴുവൻ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നിടത്തോളം പോട്ടെ. ശരി, ഒരു 1-2 ഹോംവർക്ക് നമ്പർ സീരീസ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതാ തരുന്ന 1/3, 1/2, 3/5 ഡാഷ് അവിടെയാണ് പൂരിപ്പിക്കേണ്ടത്. 5/7, 3/4 ഓപ്ഷൻസ് ആ അത് പെട്ടി കൊടുക്കും. ഓപ്ഷൻസ് 2/3, 3/4, 3/8, 4/5. ഒരു രണ്ടാമത്തെ ചോദ്യം എനിക്ക് എഴുതി അറിയിക്കണേ കേട്ടോ. എല്ലാം എഴുതി വെക്കണം നോട്ട് ബുക്കിൽ. 4, 13, 7, 16, 10 ഡാഷ് ഓപ്ഷൻസ് ആ 19, 17, 13, 15. അടുത്ത മൂന്നാമത്തെ ചോദ്യം 0, 1, 4 ഡാഷ് 16, 25.
ഓപ്ഷൻസ് ആർ 7, 6, 9, 12. ഈ 3 ചോദ്യം ഒന്ന് വായിച്ചെടുക്കുക രഞ്ജിത്ത. 1/3, 1/2, 3/5, dash, 5/7, 3/4. Options 2/3, 3/4, 3/8, and 4/5. Second question 4, 13, 7, 16, 10, dash. Options 19, 17, 13, and 15. Third question 0, 1, 4, dash, 16, 25. Options 7, 6, 9, and 12. ഓക്കെ, ഇന്ന് ഈ 3 ചോദ്യങ്ങളാണ് തരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത ക്ലാസ് കൊടുക്കാം അല്ലേ രഞ്ജിത? സർ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉണ്ടോ? ഏതാണ്? പറയാം സർ. ആ, 0 സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ? ഇല്ല. ഇല്ല സർ. അപ്പൊ ഞാൻ എഴുതാം ഇവിടെ. യെസ്. 0, 4, 18, 0, 4, 18, 48, 18, 48, 100, 100. dash. ഒന്നുകൂടി വായിച്ചു. ഓക്കെ, എന്തായാലും 4ാമത്തെ ചോദ്യമായിട്ട് രഞ്ജിതയുടെ വകയുള്ള സപ്ലൈ ആണ് ഈ ചോദ്യം. ഈ 4 ചോദ്യത്തിനും ആൻസർ കിട്ടിയ കുട്ടികൾ യൂട്യൂബിൽ ഇത് വരുമ്പം അതിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്ത് 4 എണ്ണത്തിന്റെയും ഉത്തരം എഴുതി അറിയിക്കുക.